ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ മാത്സ് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഇംഗ്ലീഷ് മീഡിയമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളം മീഡിയം നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫോർ 1 to 5. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 സ്കോർസ്. എന്താണ്? 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതമാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻ ദ ഫിഗർ പി ക്യു എത്രയാണ്? യെസ്, പി ആർ ഈക്വൽ ആണ് അല്ലേ? പി ക്യു ഈസ് ഈക്വൽ ടു പി ആർ. ദെൻ കോൺ ക്യൂന് ഈക്വൽ ആണ് എത്രയാണ്? കോൺ ക്യൂ എത്രയാണ്? യെസ്, 30 ഡിഗ്രി. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോൺ ആർ ആൻഡ് കോൺ പി ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഈ ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിളിലെ കോൺ ക്യൂ എത്രയാണെന്ന് നൽകിയിട്ടുണ്ട്? യെസ്, 30 ഡിഗ്രി. ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? യെസ്, പി ക്യൂവും പി ആറും ഈക്വൽ ആണെന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പം ഈ രണ്ട് വശങ്ങൾക്കെതിരെയുള്ള കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? ഇവിടെ നോക്കൂ, പി ആറിനെതിരെയുള്ള കോൺ ഏതാണ്? യെസ്, കോൺ ക്യൂ ആണ്. അത് 30 ഡിഗ്രി ആയാൽ യെസ്, കോൺ ആറും എത്ര തന്നെയായിരിക്കും? യെസ്, 30 ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ കോൺ ആറ് നമുക്ക് കിട്ടിയല്ലോ. എത്രയാണ്? യെസ്, 30 ഡിഗ്രി. ഓക്കെ, ദെൻ കോൺ പി ആണല്ലേ ഇനി കണ്ടെത്തേണ്ടത്. അതായത് ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക നമുക്കറിയാം എത്രയാണ്? അതെ, 180 ഡിഗ്രി ആണല്ലേ. അപ്പം മറ്റ് 2 വശങ്ങളും കിട്ടി. ഇനി മൂന്നാമത്തെ വശം കാണാൻ എന്ത് ചെയ്താൽ മതി? യെസ്, 180 മൈനസ് 30 പ്ലസ് 30 അല്ലേ. 30 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ യെസ്, 180 മൈനസ് 60. എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 120 ഡിഗ്രി. ആൻസർ എത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ഈസ് ആഡഡ് ടു 3 ടൈംസ് ഓഫ് എ നമ്പർ ഗിവൺ 17. ഫൈൻഡ് ദ നമ്പർ എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് നമ്പർ എന്താക്കി എടുക്കാം? എക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ 2 ഈസ് ആഡഡ് ടു 3 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയായി? യെസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 17. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായി കണ്ടെത്താമല്ലോ. യെസ്, ഇനി 3x ആദ്യം കാണാം. 17 മൈനസ് പ്ലസ് 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ യെസ്, മൈനസ് 2. 17 മൈനസ് 2 എന്ന് പറഞ്ഞാൽ യെസ്, 15 ആയല്ലേ. ഇനി എക്സ് കാണാമല്ലോ നമുക്ക്. യെസ്, 15 ബൈ 3. എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ് കൂട്ടുകാർ, എത്രയാണ്? യെസ്, 5 ആണല്ലേ. അപ്പോൾ എക്സ് എത്രയാണ്? യെസ്, 5. ഓക്കെ, ആൻസർ നമുക്ക് കിട്ടി. എക്സ് എത്രയാണ്? 5. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി, ദെൻ ആംഗിൾ ഡി 110 ഡിഗ്രി, ദെൻ ആംഗിൾ സി 80 ഡിഗ്രി, ദെൻ ആംഗിൾ എ ബി സി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ നോക്കൂ, ഈ എ ബി സി ഡി എന്താണ്? യെസ്, ഒരു ക്വാഡ്രിലാറ്ററൽ ആണല്ലേ, ഒരു ചതുർഭുജമാണല്ലേ. അപ്പോൾ ഇതിലെ മൊത്തം കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതെ, 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 3 വശങ്ങൾ തന്നാൽ നാലാമത്തെ വശം നമുക്ക് കണ്ടെത്താമല്ലോ. നോക്കൂ, ഇത് മൊത്തം കൂട്ടിയാൽ എത്രയാണെന്ന് പറയുന്നുണ്ട്. യെസ്, നമുക്കറിയാം 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇനി ഈ ഒരു വശം, ഈ ഒരു കോണ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, കൂട്ടി നോക്കാം അല്ലേ. ആദ്യം 360 മൈനസ് ദെൻ യെസ് 110 പ്ലസ് യെസ് 80 പ്ലസ് 70. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 100 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണ്? കോൺ ബി എത്രയാണ്? 100 ഡിഗ്രി. ഓക്കെ, ഇത് നെക്സ്റ്റ് ആംഗിൾ സി ബി ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സി ബി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ആണല്ലേ. യെസ്, സി ബി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അറിയാം നമുക്ക് ഈ 2 കോണുകളും എന്താണ്? രേഖീയ ജോഡിയല്ലേ. അപ്പോൾ ഈ ആംഗിൾ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? യെസ്, 180 മൈനസ് 100. എത്രയാണ് ആൻസർ കിട്ടുക? യെസ്, 80 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് എത്രയാണ്? 80 ഡിഗ്രി. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ ക്ലാസ് ആർ the ratio of 2:3. Total number of student is 50. What is the number of girls? നമുക്കറിയാം 2:3 എന്ന റേഷ്യോ ആണല്ലേ.
അതായത് ആകെ 5 കുട്ടികളുണ്ട്, അതിൽ 2 എണ്ണം പെൺകുട്ടികളും 3 എണ്ണം ആൺകുട്ടികളും അല്ലേ. ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് 50 എന്ന് നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഗേൾസിൻ്റെ എണ്ണം കണ്ടെത്താമല്ലോ. യെസ്, നമ്പർ ഓഫ് ഗേൾസ് ഫസ്റ്റ് എന്ത് ചെയ്യാം നമുക്ക്, യെസ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പം നമ്പർ ഓഫ് ഗേൾസ് അത് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണമെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ്, യെസ് number of girls 50 into 2/5 അല്ലേ. യെസ് 2/5. എത്ര കിട്ടി, യെസ് 20 അല്ലേ. അപ്പം നമ്പർ ഓഫ് ഗേൾസ് നമുക്ക് കിട്ടി 20. ദെൻ നമ്പർ ഓഫ് ബോയ്സ് എഴുതാം അല്ലേ. നമ്പർ ഓഫ് ബോയ്സ് number of boys 50 into yes 3/5 30 അല്ലേ. എത്രയാണ് 30. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും നമ്മൾ കണ്ടെത്തിയല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ചോദ്യം -3 into 4 അല്ലേ. -3 into 4 എത്രയാണ് ആൻസർ കിട്ടുക? -3 into 4 യെസ് 12. -12 അല്ലേ. -12. ദെൻ 5 -2 നമുക്കറിയാം, മൈനസും മൈനസും കൂടി എന്താവും, പ്ലസ് ആവില്ലേ. അപ്പോൾ 5 + 2 അല്ലേ. 5 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, യെസ് 7. ആൻസർ എത്രയാണ്, 7. ഓക്കെ, ദെൻ ആൻസർ എനി 4 questions 6 to 11. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 score. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലേ. a² - b². നമുക്കറിയാം a² - b² എന്ന് പറഞ്ഞാൽ യെസ് a + b into a - b. a + b into a - b. ദെൻ 100² - 99² അല്ലേ. നമുക്കറിയാമല്ലോ, നോക്കൂ ഈ ഫോമിൽ തന്നെ a² - b² എന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ a + b into a - b. a - b ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. a - b എന്ന് പറഞ്ഞാൽ 100 - 99. അതൊന്നല്ലേ. ഇനി നമ്മളിവിടെ എന്താ കണ്ടെത്തേണ്ടത്, യെസ് a + b അല്ലേ. അതായത് a 100ഉം b എത്രയാണ്, 99ഉമാണ്. അപ്പോൾ 100 + 99 യെസ് 199 199. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a + 1 whole square - 1² is equal to എത്രയാണ്, a + 2 into. ഇവിടെ നോക്കൂ, a + 1 whole square - 1² ഇതേ ഫോമിൽ തന്നെയാണ് അല്ലേ. a² - b². ഇവിടെ a എന്ന് പറയുന്നത് ഏതാണ്, യെസ് a + 1 ആണ്. b എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. a എന്ന് പറയുന്നത് a + 1 ആണ്. b എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, a + 1 whole square എന്നല്ലേ. അപ്പോൾ അതായത് a + b into a - b എന്ന ഫോമിലേക്ക് ആക്കുമ്പോൾ നമുക്കിവിടെ എഴുതാം a + 1 + 1. നോക്കൂ, a + b അല്ലേ ഫസ്റ്റ് എഴുതേണ്ടത്. a + b അതായത് a² - b² എന്ന ഫോമിൽ a + b. a പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ a എന്ന് പറയുന്നത് a + 1 ദെൻ b 1. അപ്പോൾ a + 1 + 1 into യെസ് a - b എന്ന് പറഞ്ഞാൽ a + 1 - 1 അല്ലേ. നോക്കൂ, a + 1 + 1 എത്രയായി, നമുക്കറിയാം a + 2. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. നോക്കൂ a + 2 into a + 1 - 1ഉം +1ഉം -1ഉം പോയല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്, a + 2 into a. ആൻസർ കിട്ടിയല്ലോ, a + 2 into a. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്, യെസ് a ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The perimeter of triangle is 36 cm and sides are the ratio is 2:3:4. Find the length of each sides. ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, 36 സെൻറ്റിമീറ്റർ ആണ്. then അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് യെസ് 2:3:4 ആണല്ലേ. അപ്പോൾ ഇനി ഓരോ സൈഡ്സിൻ്റെയും ലെങ്ത്ത് എത്രയാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ആകെ എത്രയുണ്ട്, 4 2 6 3 9 അല്ലേ, 9 ആണ്. അപ്പോൾ ആ 9ൽ 2 3 4 ഒരു വശത്തിൻ്റെ നീളം 2 then 3 4 അല്ലേ. അങ്ങനെ 3 വശങ്ങൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇത് കൂട്ടി നോക്കുക. 2ഉം 3ഉം 5 then 5 + 4 9.
ദെൻ നമുക്ക് ഓരോ വശങ്ങളുടെയും കണ്ടെത്താം അല്ലേ. ഫസ്റ്റ് വശത്തിൻ്റെ കണ്ടെത്താം. ഓക്കെ, ഫസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, 30. ഓക്കെ, ഫസ്റ്റ് 36 ഇൻറ്റു 2/9. 9×4 36 അല്ലേ. 4 ഇൻറ്റു 2 യെസ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫസ്റ്റ് സൈഡ് നമുക്ക് കിട്ടി 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 36 ഇൻറ്റു 3/9 അല്ലേ. 4 ഇൻറ്റു 3 12 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ സൈഡ് കിട്ടി 12 സെൻറ്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ വശവും കണ്ടെത്തണമല്ലോ. മൂന്നാമത്തെ വശത്തിൻ്റെ ലെങ്ത്തും കണ്ടെത്തണ്ടേ. അപ്പോൾ 36 ഇൻറ്റു 4/9 അല്ലേ. യെസ്, 4 ഇൻറ്റു 4 16 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 സൈഡ്സിൻ്റെയും ലെങ്ത്ത് നമ്മൾ കണ്ടെത്തി അല്ലേ. ഓക്കെ, എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ABCD എന്താണ്? യെസ്, ഒരു റെക്റ്റാങ്കിൾ ആണല്ലേ. ദെൻ AB ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ദെൻ AD ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആൻഡ് PBQD എത്രയാണ്? യെസ്, 3 സെൻറ്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD. ABCD ഒരു റെക്റ്റാങ്കിൾ അല്ലേ. ഇതിൻ്റെ ഫൈൻഡ് ഏരിയ, പരപ്പളവാണല്ലേ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഏരിയ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, ഏരിയ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? നോക്കൂ, ഏരിയ ഓഫ് ABCD യെസ് AB ഇൻറ്റു AD. ഓക്കെ, AB ഇൻറ്റു AD. അപ്പോൾ ഏരിയ ഓഫ് ABCD നമുക്ക് ആൻസർ എഴുതാം. ഏരിയ ഓഫ് ABCD AB ഇൻറ്റു AD അല്ലേ. AB ഇൻറ്റു AD, അതായത് 3 ഇൻറ്റു യെസ് AB എന്ന് പറയുന്നത് എത്രയാണ്? AB എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് നൽകിയിട്ടുണ്ട്? 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 8 ഇൻറ്റു പിന്നെ AD 4 അല്ലേ. 8 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ യെസ് 32. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AP? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AP എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. യെസ്, നമുക്ക് നോക്കാം. ഇവിടെ ABയുടെ മൊത്തം ലെങ്ത് എത്രയാണ്? യെസ്, നമുക്കറിയാം 8 ആണല്ലേ. AB എന്നുള്ളതിൻ്റെ മൊത്തം ലെങ്ത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നമുക്ക് PB നമുക്കറിയാം 3 ആണ്. അപ്പോൾ ഇനി നമുക്ക് AP കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? യെസ്, 8ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, 8 മൈനസ് 3 എത്രയാണ് കിട്ടുന്നത്? യെസ് 5 അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം ഓഫ് APCQ? എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ്, അതായത് 5 ഇൻറ്റു 4 അല്ലേ. എത്രയാണ് ആൻസർ കിട്ടുക? യെസ് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് x ഈസ് ഈക്വൽ ടു 3 ആൻഡ് y ഈസ് ഈക്വൽ ടു എത്രയാണ്? -7. ദെൻ ഫൈൻഡ് x പ്ലസ് y, x മൈനസ് y, ദെൻ x പ്ലസ് y ഇൻറ്റു x മൈനസ് y. ഫസ്റ്റ് നമുക്ക് x പ്ലസ് y കാണാം. ഓക്കെ, x പ്ലസ് y എന്ന് പറഞ്ഞാൽ യെസ് 3 പ്ലസ് -7 അല്ലേ. അപ്പോൾ വലുതിന് ചെറുത് കുറച്ചിട്ട് യെസ് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം അല്ലേ. യെസ് മൈനസ് എത്രയായിരിക്കും? യെസ് 4. ആൻസർ എത്രയാണ്? -4. ദെൻ x മൈനസ് y ആണ്. 3 3 മൈനസ് -7 അല്ലേ. മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പോൾ 3 + 7 എത്രയാണ്? യെസ് 10. ദെൻ x പ്ലസ് y ഇൻറ്റു x മൈനസ് y. x പ്ലസ് y നമ്മൾ കണ്ടെത്തി -4. ദെൻ -4 ഇൻറ്റു 10 അല്ലേ. x മൈനസ് y 10 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ -4 ഇൻറ്റു 10 എത്രയായി? യെസ് 40 -
40. ആൻസർ എത്രയാണ്? -40. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. The scores of 25 students in a mathematics test are given below. Make a frequency table as given below. എളുപ്പമല്ലേ ടാലി മാർക്ക് ചെയ്യുക? നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. 0 to 10 മാർക്ക് കിട്ടിയത് എത്ര ഉണ്ടെന്ന് അടയാളപ്പെടുത്തുക. അതിവിടെ ബോക്സിലൂടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരൊന്നോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.